ഓം ശാന്തി. സെക്കൻഡിൽ ദേഹഭാനം മറന്ന് മൂന്നാം നേത്രത്തിലൂടെ ഞാൻ എൻ്റെ സത്യസ്വരൂപത്തെ കാണുകയാണ്. മസ്തകമധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന ഞാൻ ഒരു ജ്യോതി ബിന്ദു സ്വരൂപ ആത്മാവാണ്. ഞാൻ ഒരു തേജസ്വി നക്ഷത്രം പോലെ മിന്നിത്തിളങ്ങുന്നു. ഞാൻ ആത്മാ ദിവ്യ പ്രകാശമാകുന്നു. പരമാത്മാ ദിവ്യജ്ഞാനത്താൽ ഞാൻ ഭർപൂറാകുന്നു. ജ്ഞാനസ്വരൂപ ആത്മാവാകുന്നു. ഞാൻ സത്യപിതാവിലൂടെ സത്യഗീതാജ്ഞാനം മനസ്സിലാക്കുന്നു. ഇതെന്റെ പരമഭാഗ്യമാണ്. എനിക്ക് എൻ്റെ സത്യസ്വരൂപത്തിൻ്റെ സത്യമായ തിരിച്ചറിവുണ്ടായിരിക്കുന്നു. എൻ്റെ കർമ്മത്തെ ശ്രേഷ്ഠമാക്കാനുള്ള സഹജവിധി മനസ്സിലാക്കി തന്നു. സൃഷ്ടിയുടെ ആദി മധ്യ അന്ത്യത്തിൻ്റെ സത്യജ്ഞാനം നൽകി ബാബ എന്നെ ത്രികാലദർശിയാക്കി. അജ്ഞാന അന്ധകാരത്തിലുള്ള ആത്മാക്കൾക്ക് ജ്ഞാനത്തിൻ്റെ പ്രകാശം നൽകി ആത്മജ്യോതി ഉണർത്തുന്നു. സത്യപരമാത്മാവിൻ്റെ തിരിച്ചറിവില്ലാത്ത ആത്മാക്കൾക്ക് പരമാത്മാ പ്രാപ്തികളിൽ നിന്നും വഞ്ചിതരായ ആത്മാക്കൾക്ക് പരമാത്മാ സന്ദേശം നൽകി പരമാത്മാ പ്രാപ്തികളുടെ അധികാരിയാക്കുന്നു. ഈ ശ്രേഷ്ഠ ലക്ഷ്യത്തിൽ ഞാൻ ആത്മാ തിളങ്ങുന്ന പ്രകാശത്തിൻ്റെ ഡ്രസ്സ് ധാരണ ചെയ്ത് അവ്യക്തവദനത്തിലെത്തുന്നു. ദിവ്യ ഫരിഷ്ത സ്വരൂപം ധാരണ ചെയ്ത് അവ്യക്തവദനത്തിൽ പ്രാണപ്രിയ ബാപ്പുദാദയുടെ അരികിലിരിക്കുന്നു. നാലു ഭാഗത്തും ദിവ്യ പ്രകാശം വ്യാപിച്ചിരിക്കുന്നു. സർവശക്തിവാൻ ജ്ഞാനദാത വരദാത ബാപ്പുദാദ സന്മുഖത്തിലിരിക്കുന്നു. ബാബ ഇന്ന് വദനത്തിൽ വിശേഷ സേവ ചെയ്യാൻ എത്തിയിരിക്കുന്നു. ഞാൻ സർവ അജ്ഞാനി ആത്മാക്കൾക്കും ഈശ്വരീയ ജ്ഞാനം നൽകി ബാബയുടെ സമ്പത്തിന് അധികാരിയാക്കുന്നു. ബാപ്പദാദ പുഞ്ചിരിച്ചുകൊണ്ട് എനിക്ക് വരദാനം നൽകുന്നു.
കുട്ടി സഫലതാമൂർത്ത് ഭവ. മാസ്റ്റർ ജ്ഞാനദാത ഭവ. ബാപ്പ് ദാദയുടെ നയനങ്ങളിൽ നിന്നും ശക്തികളുടെ കിരണങ്ങൾ പുറപ്പെട്ട് എന്നിലേക്ക് സമാവേശമാകുന്നു. ഞാൻ പാത്രം നോക്കി ജ്ഞാനദാനം ചെയ്യുന്നു. എന്റെ വിലപ്പെട്ട സമയം വ്യർത്ഥമാകില്ല. ബാബ എന്താണോ മനസ്സിലാക്കി തരുന്നത് അത് മറ്റുള്ളവർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നു. ഗുണങ്ങൾ ധാരണ ചെയ്യുന്നു. പെരുമാറ്റം നല്ലതാക്കുന്നു. ഇല്ലെങ്കിൽ എനിക്ക് തന്നെ നഷ്ടമുണ്ടാകുന്നു. പരിധിയില്ലാത്ത ബാബയുടെ കുട്ടിയായ ഞാൻ ബാബയുടെ ഓർമ്മയിൽ ഹർഷിതമായിരിക്കുന്നു. ബാബയെ ഓർമ്മിച്ചില്ലെങ്കിൽ ദുഃഖിയായി മാറുന്നു. ബാബ പറയുകയാണ്, ആദ്യം സ്വയം തിരിച്ചറിയൂ. ഞാൻ ആത്മാ ശാന്ത സ്വരൂപമാണ്. ശാന്തിധാമമാണ് എൻ്റെ നിവാസസ്ഥാനം. പരിധിയില്ലാത്ത ബാബയിൽ നിന്ന് മാത്രം സുഖത്തിന്റെ സമ്പത്ത് ലഭിക്കുന്നു. ഞാൻ പാത്രമനുസരിച്ച് ജ്ഞാനദാനം ചെയ്യുന്നു. ആത്മാക്കളുടെ അച്ഛൻ ശിവബാബയാണെന്ന് വിനയത്തോടെ മനസ്സിലാക്കി കൊടുക്കുന്നു. അരകൽപ്പത്തോളം ഞാൻ തല തിരിഞ്ഞതായിരുന്നു. ഇപ്പോൾ ബാബ എന്നെ നേരെയാക്കി. അല്ലാഹുവിന്റെ കുട്ടിയായി വിശ്വസാമ്രാജ്യമാകുന്ന സ്വത്ത് പ്രാപ്തമാകുന്നു. മായ വന്ന് തല തിരിഞ്ഞതാക്കിയാൽ സമ്പത്ത് നഷ്ടപ്പെടുന്നു. ഞാൻ ശരീര നിർവഹണാർത്ഥം കർമ്മം ചെയ്യുന്നു. ഒപ്പം ബാബയുടെ ഓർമ്മയിലും ഇരിക്കുന്നു. അന്തിമത്തിൽ മുഴുവൻ ആത്മാക്കളും ശരീരം ഉപേക്ഷിച്ച് തിരിച്ചു പോകും. ഇനി വളരെ കുറച്ച് സമയമേ ബാക്കിയുള്ളൂ. എല്ലാം വിനാശമാകും. പ്രധാനമായ കാര്യം ബാബയുടെ പരിചയം നൽകുന്നതാണ്. ബാബയുടെ പേര് സദാ നാവിലുണ്ടായിരിക്കണം. എല്ലാ ആത്മാക്കളും ശാന്തിധാമത്തിൽ നമ്പർ വൈസായി ചെന്നിരിക്കുന്നു. അതിനുശേഷം നമ്പർ വൈസായി തിരിച്ചു വന്നുകൊണ്ടിരിക്കും. ഇത് അന്തിമ സമയമാണ്. കണക്കെടുപ്പിന്റെ സമയമാണ്. ആസുരീയ ബന്ധനത്തിന്റെ മുഴുവൻ കണക്കുകളും സമാപ്തമാക്കി തിരിച്ചു പോകണം. ഞാൻ തന്നെ ചക്രം കറക്കി ബ്രാഹ്മണനിൽ നിന്നും ദേവതാ കുലത്തിലേക്ക് വരുന്നു. ബാബ പറഞ്ഞു തരുന്നു, ഇപ്പോൾ നഷ്ടോ മോഹയാകൂ. സ്വയം ആത്മാവാണെന്ന് മനസ്സിലാക്കി ബാബയെ ഓർമ്മിക്കുന്നു. അപ്പോൾ വികർമ്മങ്ങൾ വിനാശമാകും. എന്റെ ബുദ്ധിയിൽ ഞാൻ സദാ ഈ ജ്ഞാനം ഓർമ്മിക്കുന്നു. പിന്നീട്
മനസ്സിലാക്കി കൊടുക്കുന്നു. ധനം നൽകുമ്പോൾ ധനം വർദ്ധിക്കുന്നു. ഞാൻ വളരെ മധുരമായി മാറുന്നു, നഷ്ടമോഹയായി മാറുന്നു. എന്ത് സംഭവിച്ചാലും കൽപ്പം മുമ്പേ നടന്നതുപോലെയാണെന്ന് മനസ്സിലാക്കി ഞാൻ ശാന്തമായിരിക്കുന്നു. ഇത് ഡ്രാമയുടെ ഭാവിയാണെന്ന് മനസ്സിലാക്കുന്നു. മുഖ്യമായ കാര്യം ഓർമ്മയുടെ യാത്രയാണ്. ഓർമ്മയിലൂടെ ഞാൻ പാവനമായി മാറുന്നു. ഞാൻ വളരെ സ്നേഹത്തോടെയും വിനയത്തോടെയും എല്ലാവർക്കും ബാബയുടെ പരിചയം നൽകുന്നു. ദേഹത്തിൽ നിന്നും നഷ്ടമോഹയാകാനുള്ള പുരുഷാർത്ഥം ചെയ്യുന്നു. ഞാൻ ബാബ തന്നിരിക്കുന്ന വരദാനത്തിന്റെ സ്വരൂപമാകുന്നു. ഓരോ ആത്മാവിനെയും അലച്ചിലിൽ നിന്നും യാചനയിൽ നിന്നും രക്ഷിക്കുന്ന നിഷ്കാമരും ദയാഹൃദയരുമാകുന്നു. അപ്പോൾ മറ്റാത്മാക്കൾക്കും തൻ്റെ ആത്മീയ സ്വരൂപവും ആത്മീയ ലക്ഷ്യവും സെക്കൻഡിൽ സ്മൃതിയുണ്ടാകുന്നു. അലയുന്ന ആത്മാക്കൾക്ക് മുക്തിയുടെയും ജീവൻ മുക്തിയുടെയും ലക്ഷ്യം മുന്നിൽ ദൃശ്യമാകുന്നു. സർവരുടെയും ദുഃഖത്തെ ഹരിച്ച് സുഖം നൽകുന്നതിന്റെ പാർട്ട് അഭിനയിക്കുന്നു. ദുഃഖിതരെ സുഖികളാക്കുന്നതിന്റെ മാന്ത്രികൾ താക്കോൽ പോലെ യുക്തിയും മാർഗങ്ങളും തെളിയുന്നു. സേവാധാരിയായി നിസ്വാർത്ഥ സേവനം ചെയ്യുകയാണെങ്കിൽ സേവനത്തിന്റെ ഫലം പ്രാപ്തമാകുക തന്നെ ചെയ്യും. ബാബ സൂചന നൽകുന്നു. പ്രകൃതിയുടെയും 5 തത്വങ്ങളുടെയും സേവ ചെയ്ത് ശുഭഭാവനയുടെ സകാശ് കൊടുത്തുകൊണ്ടിരിക്കൂ. വിദേഹി അവസ്ഥയുടെ അഭ്യാസത്തിലൂടെ ആത്മാക്കൾ അചഞ്ചലരും ദൃഢതയുള്ളവരുമായി പാസ്വിതോണറാകുന്നു. ഓം ശാന്തി.